ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാനുമാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുത്ത പാടുകളെ നമ്മുടെ വീട്ടിൽ തന്നെ ഹോം റെമഡി ചെയ്തിട്ട് എത്ര പെട്ടെന്ന് മാറ്റാം എന്നുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ കണ്ണിന് താഴെ നല്ല പോലെ കറുപ്പുള്ള ഒരു വ്യക്തിയാണ്. രണ്ട് കണ്ണിൽ ചുറ്റും നല്ല കറുപ്പുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. നമുക്ക് പെട്ടെന്ന് റിസൾട്ടല്ല, കുറഞ്ഞതൊരു 10 ദിവസം ചെയ്യുമ്പോഴെങ്കിലും നമുക്ക് ആ വിസിബിളായിട്ടുള്ള ഒരു ചേഞ്ചസ് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന 2 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് കണ്ണിന് ചുറ്റും കറുപ്പ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന പൊട്ടറ്റോ ആണ്, ഉരുളക്കിഴങ്ങ്. നമുക്ക് ഉരുളക്കിഴങ്ങ് എല്ലാവരുടെയും വീട്ടിൽ കാണും. എന്തായാലും നമുക്കൊരു ഉരുളക്കിഴങ്ങ് എടുത്ത് നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യമില്ല. നമുക്കിതൊന്ന് രണ്ടായിട്ട് മുറിച്ച് നമ്മളതിൻ്റെ പകുതിയാണ് എടുക്കാൻ പോകുന്നത്. പകുതി എടുത്തിട്ടെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് കഷ്ണമായിട്ട് അരച്ച് നമുക്കതിൻ്റെ നീരെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ സ്ലൈസ് ചെയ്യുന്ന ചെറിയൊരു വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ഒരു ചീകി എടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അടിയൊരു സാധനം. ഇതിൻ്റെ ചെറുതുമുണ്ട് വലുതുമുണ്ട്. എനിക്കിപ്പോൾ ഇതാണേ ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ പകുതി എടുത്തിട്ട് ഞാൻ തൊലിയൊന്നും ചീകി കളയുന്നില്ല. അങ്ങനെ വെച്ച് നമ്മൾ അതിനകത്ത് ചീകി എടുക്കാം കേട്ടോ. നല്ല പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു അത്യാവശ്യത്തിനുള്ള നമ്മുടെ ജ്യൂസ് കിട്ടുന്നവരെ നമുക്കിത് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ബാലൻസ് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ എടുക്കാം കേട്ടോ. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 ദിവസം നമ്മൾ കുളിക്കുന്നതിന് കുറച്ച് നേരം ഒരു 10-15-20 മിനിറ്റിന് മുമ്പ് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കഴുകി കളയാമെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുക. പൊട്ടറ്റോയുടെ ഗുണം അറിയാമല്ലോ, നല്ല പോലെ ബ്രൈറ്റൻ ആക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കണ്ണിന് താഴെ സെൻസിറ്റീവ് സ്കിന്നായതുകൊണ്ട് നമുക്ക് ഹാർഡായിട്ടുള്ള ഒന്നും നമുക്കവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാവേ. മിക്സിയുടെ ജാറിനകത്തിട്ട് നമ്മൾ ഇത്രയും അടിക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ അത് അരഞ്ഞ് കിട്ടില്ല, അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ എടുക്കേണ്ടി വരും. ഇപ്പം കണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കൈവച്ചിട്ട് തന്നെ പിഴിയുമ്പോൾ നിങ്ങൾക്കറിയാം എന്തുമാത്രം ജ്യൂസ് കിട്ടുന്നുണ്ടെന്നുള്ളത്. നമുക്കപ്പോൾ ഇത്രയും ജ്യൂസിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഇത്രയും വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ചെയ്ത് ഇത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത ഒരു മെയിനായിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചാൽ നമ്മുടെ കാപ്പിപ്പൊടിയാണ്. നമ്മുടെ അടുക്കളയിലുള്ള സാധനം തന്നെയാണ് കാപ്പിപ്പൊടി. കാപ്പിപ്പൊടിയുടെ ഗ്രാനുവലായിട്ടുള്ള കാപ്പിപ്പൊടിയാണെങ്കിൽ കുറച്ച് പാടാട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ സെൻസിറ്റീവ് സ്കിന്നായതുകൊണ്ട് നമുക്ക് അവിടെ അത്ര വലുതായിട്ട് അവിടെ റബ്ബ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ നല്ല ഫൈനായിട്ടുള്ള കാപ്പിപ്പൊടി ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ വേണ്ട ഒരു 1/2 സ്പൂണ് ഓളം കാപ്പിപ്പൊടി എടുക്കുന്നുണ്ട്. എടുത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ആവാനുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ജ്യൂസ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരിക്കലും വാട്ടർ കൺസിസ്റ്റൻസി ആവരുത്. കാരണം അത് നമ്മുടെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുമ്പോൾ അത് അവിടെ അങ്ങനെ സ്റ്റിക്കായിട്ടിരിക്കണം. അല്ലാതെ നമുക്ക് ഒലിച്ചു പോകുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യരുത് കേട്ടോ. അഥവാ അങ്ങനെ കൂടുതലായിട്ടുണ്ടെങ്കിൽ കുറച്ച് കാപ്പിപ്പൊടി കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഞാനിവിടെ പരുവത്തിന് എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് രണ്ടും കൂടെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നല്ലതുപോലെ കഴുകി നമ്മുടെ കണ്ണിന് താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്കൊരു 10 ദിവസം, കുറഞ്ഞത് 10 ദിവസം നമ്മളിത് ചെയ്യാമെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുക. എൻ്റെ പഴയ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് കാണുന്നവർക്ക് മനസ്സിലാകും എൻ്റെ കണ്ണിന് നല്ല പോലെ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പോൾ എന്നോട് കമൻറ്റ് വഴി ചോദിച്ചിട്ടുമുണ്ട്, എന്ത് പറ്റി ചേച്ചിയുടെ കണ്ണിന് താഴെ ഇത്രയും കറുപ്പെന്ന്. ഞാൻ പുറത്ത് നല്ല പോലെ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് നല്ല വെയിലടിച്ചിട്ടാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണിന് ചുറ്റും ഈ ഒരു കറുപ്പ് വന്നത്. ഞാനാണെങ്കിൽ ഇപ്പം ഈ ഒരു റെമഡി യൂസ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് നാളുകൊണ്ട് എനിക്കൊരു ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചാൽ ഞാനൊന്ന് വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാം, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച്. എല്ലാവരും ഇപ്പോൾ അണ്ടർ ഐ ക്രീമിനൊക്കെ ഒരുപാട് റേറ്റാണ്. അപ്പോൾ അതിനും നല്ലത് നമ്മുടെ ഹോം റെമഡി ചെയ്യാമെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിട്ടിരിക്കും. ഞാൻ എൻ്റെ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫേസിൽ നമ്മുടെ കണ്ണിന് ചുറ്റും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ മോതിരവിരൽ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണേ. നല്ല പോലെ ഒരു 2 സെക്കൻഡ് ഒന്ന് മസാജ് ലൈറ്റായിട്ട്. നമ്മളവിടുത്തെ സ്കിന്ന് വെറും സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പം നമ്മൾ വെറും ലൈറ്റായിട്ട് തന്നെ 2 വിരൽ ഉപയോഗിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കട്ടിക്ക് ഇട്ട് കൊടുക്കുക. ഒരു 15 മിനിറ്റ് മാക്സിമം വെക്കുക. ചെറു ചൂടുവെള്ളത്തിലോ നമ്മുടെ സാധാ പച്ചവെള്ളത്തിലോ കഴുകി കളയാം. അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് വെള്ളത്തിൽ നനച്ചിട്ട് തുടച്ചെടുത്ത് മാറ്റാം. എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ഡേയിൽ 2 വട്ടമൊക്കെ ചെയ്താലും നല്ലതാണ്. കുളിക്കാൻ പോകുന്നതിന് മുമ്പ്, നമ്മൾ ഈവനിങ് ടൈമിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പൊക്കെ ചെയ്താലും നല്ല റിസൾട്ട് കിട്ടുന്നതെന്നാണ്. കാപ്പിപ്പൊടി ആയാലും പൊട്ടറ്റോ ആയാലും നല്ല വിസിബിളായിട്ടുള്ളൊരു ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കാപ്പിപ്പൊടിയും പൊട്ടറ്റോയും വലിയ പ്രത്യേകിച്ചൊന്നുമില്ല കുഴപ്പം. ഫേസിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് റബ്ബ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക.
ഒരു 2 സെക്കൻഡ് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല ലൈറ്റായിട്ട് ചെയ്യണം കേട്ടോ. ഒരിക്കലും നമുക്കവിടെ വേദനാജനകമായ രീതിയിലൊന്നും ചെയ്യരുത്. ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുക. 15 മിനിറ്റ് അങ്ങനെ വിടുക, കഴുകിക്കളയുക. നല്ലൊരു റിസൾട്ട് കിട്ടും. ഞാൻ എടുത്ത് പറയുന്നു. നമ്മൾ ഇന്ന് ചെയ്തിട്ട് അയ്യോ റിസൾട്ട് കിട്ടിയില്ല, നാളെ ചെയ്തിട്ട് അയ്യോ റിസൾട്ട് കിട്ടിയില്ല, അങ്ങനെയല്ല. നമ്മൾ അങ്ങേയറ്റം ഒരു 10 ദിവസം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ഇത് വലിയ മാർക്കറ്റിൽ പോയി വലിയ വില കൊടുത്ത് വാങ്ങിക്കേണ്ട സാധനങ്ങളൊന്നുമല്ല. പൊട്ടറ്റോ നമ്മുടെ അടുക്കളയിലുണ്ട്, കാപ്പിപ്പൊടിയും നമ്മുടെ അടുക്കളയിൽ കാണും. ഇത് രണ്ടും മാത്രം മതി. പിന്നെ ഇതിനകത്ത് തേനൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട്. തേൻ ആഡ് ചെയ്താലും നല്ലതാണ്. പാൽ നമ്മളിപ്പോൾ വെറുതെ നമ്മൾ കാപ്പിപ്പൊടി 1 സ്പൂൺ എടുത്തിട്ട് പിന്നെ നമ്മൾ ഈ പൊട്ടറ്റോ ജ്യൂസൊക്കെ എടുക്കാൻ മടിയുള്ളവർക്ക് വേറൊരു റെമഡി പറഞ്ഞുതരാം. നമ്മൾ കാപ്പിപ്പൊടി എടുക്കുക 1 സ്പൂൺ, ഒരു സ്വല്പം പാൽ, ഒരു 1/4 സ്പൂൺ പാൽ മിക്സ് ചെയ്യുക. പിന്നെ അതിനകത്തോട്ട് ശകലം ഹണി ആഡ് ചെയ്യുക. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തതും തേച്ചാൽ നല്ല സൂപ്പറാണ്. ഇതിപ്പോൾ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുടച്ച് കാണിക്കാം. ഞാനൊരു നനഞ്ഞ തുണി എടുത്തിട്ട് തുടച്ച് കാണിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അയ്യോ മാറി എന്നല്ല പറയുന്നത്. നമ്മളിതൊരു കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസം യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആ 10 ദിവസം യൂസ് ചെയ്തതിന് ശേഷം വന്നിട്ട് എനിക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ. കാരണം മറ്റുള്ളവർക്കും അതൊരു ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കാണുമ്പം ബാക്കിയുള്ളവർ യൂസ് ചെയ്തോളും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്പൊക്കെ ആയിട്ട് നമ്മൾ ഓരോരോ പുതിയ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. കാരണം ഈ ഡാർക്ക് സർക്കിൾസ് ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒന്നുകിൽ ടെൻഷൻ, അല്ലെങ്കിൽ യാത്ര, അല്ലെങ്കിൽ നമ്മൾ വണ്ണം ഒരുപാട് കുറയുമ്പം, ഇതെല്ലാം നമ്മുടെ കണ്ണിന് താഴെ പെട്ടെന്ന് കറുപ്പുണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. നമ്മൾ ഓവർ ടെൻഷനും. എനിക്ക് വന്നതെന്ന് വെച്ചാൽ ഞാൻ നല്ലപോലെ വെയിൽ കൊള്ളുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കണ്ണിൽ പെട്ടെന്ന് നല്ല കറുപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എനിക്ക് നല്ല ഒരു കുറവുണ്ട്, ഫെയ്ഡായിട്ടുണ്ട് നല്ലപോലെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് യൂസ്ഫുൾ ആവാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് ഇങ്ങനൊരു വീഡിയോയ്ക്ക് വേണ്ടി. അങ്ങനെ പല റെമഡി ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടാത്തവരിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.